ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോ സ്വാഗതം. അപ്പോൾ നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു. ഒരു കാലത്ത് നമ്മുടെ ഇന്ത്യൻ റോഡുകൾ നിറ സാന്നിധ്യമായിരുന്ന ജാവ ബൈക്കുകൾ ഇതാ വീണ്ടും വന്നിരിക്കുകയാണ്. സത്യം പറയട്ടെ, നമ്മുടെ റോയൽ എൻഫീൽഡിന് വലിയൊരു എതിരാളിയായിട്ടാണ് ജാവ ബൈക്കുകൾ വന്നത്. ഇപ്പോൾ ജാവ ബൈക്കുകളെ പറ്റി പറയുകയാണെങ്കിൽ 1960 അല്ലെങ്കിൽ 70, 80 ആ ഒരു കാലഘട്ടത്തൊക്കെ യുവാക്കളുടെ ഹരമായിരുന്നു ഈ ഒരു ജാവ ബൈക്കുകൾ. സത്യം ഒരു ക്ലാസിക്കൽ ലുക്കിൽ ഒരു ബുള്ളറ്റ് മോഡൽ തന്നെയാണ് ജാവ ബൈക്കുകൾ വരുന്നത്. അപ്പോൾ അവർ കഴിഞ്ഞ ദിവസം 3 മോഡലുകൾ ലോഞ്ച് ചെയ്തു. ഒന്ന് ജാവ എന്ന പേരിൽ ഒരു മോഡൽ ലോഞ്ച് ചെയ്തു, ജാവ 42 എന്ന് പറയുന്ന മറ്റൊരു മോഡൽ, ജാവ പെറാക്ക് എന്ന് പറയുന്ന മറ്റൊരു മോഡൽ. അപ്പോൾ ഈ 3 മോഡലിനെയും പറ്റിയാണ് നമ്മുടെ തന്ന വീഡിയോ. ഇതിൻ്റെ വില എത്ര, ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതൊക്കെയാണ് നമ്മുടെ തന്ന വീഡിയോയിൽ. അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് തന്നെ കാണുക. അതുപോലെ വീഡിയോക്ക് നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷന് വേണ്ടി ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായി വരാൻ വേണ്ടി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ, ബെല്ലൈക്കൺ ഓൺ ആക്കാത്തവർ ബെല്ലൈക്കൺ ഓൺ ആക്കി വെക്കുക, എന്നാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ പുതിയ ജാവ ബൈക്കുകളെ പറ്റി പറയുകയാണെങ്കിൽ BS6 നിലവാരത്തിലുള്ള എഞ്ചിനോട് കൂടിയാണ് ഈ പുതിയ ജാവ മോട്ടോർ സൈക്കിൾ വരുന്നത്. അതുപോലെ തന്നെ മഹീന്ദ്രയുടെ ഉടമസ്ഥതയിലുള്ള ക്ലാസിക് ലെജൻസിൻ്റെ കീഴിലാണ് ജാവ പുറത്തിറങ്ങുന്നത്. ഈ പുതിയ ജാവ ബൈക്കുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ആ പഴയ ക്ലാസിക് ലുക്ക് വിടാതെ അതിന് മോഡേണിറ്റി കൊണ്ടുവന്നാണ്ട്, അതായത് ആ ഒരു പഴയ ജാവയെ അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ യാതൊരുവിധ മാറ്റവും ഇല്ലാതെ ആ ഒരു ക്ലാസിക് ലുക്ക്, ആ പഴയ തനിമ നിലനിർത്തിക്കൊണ്ടാണ് പുതിയ ജാവ ബൈക്കുകൾ വരുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അതുപോലെ 105 ഡീലർഷിപ്പുകളുമായിട്ടാണ് പുതിയ ജാവ വരുന്നത്. ജാവ 42 ഈ 2 മോഡലിനെയും ബുക്കിംഗ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ ഒഫീഷ്യൽ സൈറ്റ് വഴി തന്നെയാണ് ഇതിൻ്റെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത്. ആ ഒഫീഷ്യൽ സൈറ്റ് നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യക്കാർക്ക് ആ ഒരു സൈറ്റിൽ പോയി 5000 രൂപക്കാണ് ഇതിൻ്റെ ബുക്കിംഗ് ആ ഒരു സൈറ്റിൽ ബുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ ജാവ പെറാക്കിൻ്റെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അത് കുറച്ചുകൂടി ലേറ്റ് ആയിട്ടാണ് മാർക്കറ്റിലേക്ക് വരിക എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ജാവ പെറാക്ക് എന്ന് പറയുമ്പോൾ കുറച്ചൊരു വലിയ എഞ്ചിനുള്ള ഒരു ബോബർ ഡിസൈനിലാണ് ഈ ഒരു ജാവ പെറാക്ക് വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നും അവർ പുറത്തിറക്കിയിട്ടില്ല. അത് ലോഞ്ച് ചെയ്തിട്ടുള്ള സംഭവം കുറച്ചുകൂടി ലേറ്റ് ആയിട്ടാണ് മാർക്കറ്റിൽ വരിക എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ആദ്യമായി നമുക്ക് ജാവയുടെയും ജാവ 42ൻ്റെയും ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഡിസൈനെ പറ്റി പറയുകയാണെങ്കിൽ 1970, 80 ആ ഒരു കാലഘട്ടത്തിലൊക്കെ കണ്ട ജാവ 250 ടൈപ്പ് എ എന്ന് പറയുന്ന ഒരു മോഡലിൻ്റെ ആ ഒരു മോഡലിൻ്റെ സെയിം ലുക്ക് അല്ലെങ്കിൽ ആ ഒരു സെയിം ഡിസൈനിൽ തന്നെയാണ് ഈ ഒരു പുതിയ ജാവ വരുന്നത്. അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. ആ ഒരു ക്ലാസിക്കൽ ലുക്കിൽ കുറച്ചും കൂടി ഒരു മോഡേണിറ്റി ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു മോഡേൺ ഫീച്ചേഴ്സും കാര്യങ്ങളും, ഡിസ്ക് ബ്രേക്ക് അങ്ങനെയുള്ള കുറച്ച് ഫീച്ചേഴ്സൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു തനിമ നഷ്ടപ്പെടാതെ അതുകൊണ്ട് എടുത്ത് മോഡേണിറ്റി ആഡ് ചെയ്തതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ അതേ ലുക്കിൽ തന്നെയാണെങ്കിൽ അതേ ഡിസൈൻ തന്നെയാണ് അവർ ഇതിനും കൊടുത്തിരിക്കുന്നത്. 2 മോഡലിൻ്റെ എൻജിൻസും കാര്യങ്ങളൊക്കെ ഏകദേശം സെയിം തന്നെയാണ്. ഡിസൈനിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. 293cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾ എഞ്ചിനാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 27 bhp ആണ് ഇതിൻ്റെ മാക്സിമം പവർ. 28 Nm ടോർക്കും ഇതിന് സൃഷ്ടിക്കാൻ കഴിയും. 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ് കമ്പനി ഇതിന് ഈ 2 മോഡലിനും കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ 2ൻ്റെ ഡിസൈനെ പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞു. ഈ ട്രഡീഷനും അതുപോലെ മോഡേണിറ്റിയും ഒരുമിച്ച് ചേർന്ന്, അതായത് ആ ഒരു പാരമ്പര്യത്തെ കാത്തു സൂക്ഷിച്ച് അതിൽ കുറച്ചൊരു മോഡേണിറ്റി ആഡ് ചെയ്തതാണ് ഇതിൻ്റെ ഡിസൈൻ. അത് നമ്മൾ നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ ഇത് ഡിസൈൻ ചെയ്തതും ഡെവലപ്പ് ചെയ്തതും ഇറ്റലിയിൽ നിന്നും ഇന്ത്യയിലുമാണ്. 170 കിലോഗ്രാമാണ് ജാവയുടെ വെയിറ്റ് വരുന്നത്. 14 ലിറ്ററാണ് ഇതിൻ്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി. ഇനി ഇതിൻ്റെ വിലയെ പറ്റി പറയുകയാണെങ്കിൽ ജാവയുടെ വില 1,64,000 രൂപയാണ്. ഡൽഹിയിലെ എക്സ് ഷോറൂം പ്രൈസ് അനുസരിച്ചാണ് വില. അതുപോലെ തന്നെ ജാവ 42ൻ്റെ വില 1,55,000 രൂപയാണ്. ഇപ്പോൾ ഇത് പ്രധാനമായിട്ട് കോമ്പറ്റീറ്റ് ചെയ്യേണ്ടി വരിക, അല്ലെങ്കിൽ ഇതിൻ്റെ എതിരാളികൾ എന്ന് പറയുന്നത് റോയൽ എൻഫീൽഡിൻ്റെ ക്ലാസിക് 350 ആണ്, അതുപോലെ ബജാജ് ഡോമിനാർ 400 ആണ്. അപ്പോൾ ഇവരുമായിട്ടാണ് ഇത് കോമ്പറ്റീറ്റ് ചെയ്യേണ്ടി വരിക. 5000 രൂപയാണ് ഇതിൻ്റെ ബുക്കിംഗ് ഫീസ്. നമ്മൾ പറഞ്ഞു ഇവരുടെ ഒഫീഷ്യൽ സൈറ്റ് വഴി തന്നെയാണ് നിങ്ങൾക്കിത് ബുക്ക് ചെയ്യാൻ സാധിക്കും. ഇനി ജാവ പെറാക്കിനെ പറ്റി പറയുകയാണെങ്കിൽ അതൊരു ഫാക്ടറി കസ്റ്റം മോട്ടോർ സൈക്കിളാണ്. വലിയ എഞ്ചിനും അതുപോലെ ബോബർ ഡിസൈനിലുമാണ് ഇത് കമ്പനി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 332 cc ഇത് വരിക. അതുപോലെ 13 bhp ഇതിന് പവർ ഉണ്ടായിരിക്കും. 31 Nm ടോർക്കും ഇതിന് സൃഷ്ടിക്കാൻ കഴിയും. റിയർ ഡിസ്ക് ബ്രേക്കും അതുപോലെ പിൻഭാഗത്ത് മോണോഷോക്കും ഒക്കെ ഇതിന് അവൈലബിൾ ആകും. പക്ഷേ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അവർ പുറത്തുവിട്ടിട്ടില്ല. 1,89,000 ആണ് ഇതിൻ്റെ വില വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ജാവ ബൈക്കുകളെ പറ്റിയുള്ള ബേസിക് ഫീച്ചേഴ്സ്. അപ്പോൾ സംഭവത്തിൽ ഇതിപ്പോൾ റോയൽ എൻഫീൽഡിന് വലിയൊരു എതിരാളിയാണോ? നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾ, ഇപ്പോൾ സ്മാർട്ട് ഫോൺ ന്യൂസുകൾ, ഓട്ടോമൊബൈൽസുകൾ, അതുപോലെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ ഒരു ചാനലിൽ നിന്ന് വരും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ആ ബെല്ലൈക്കൺ കൂടി നിന്ന് എനേബിൾ ചെയ്ത് വെക്കുക, എന്നാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.